ഹലോ. ആദ്യം മുഖ്യമന്ത്രി, അത് കഴിഞ്ഞിട്ട് മതി മറ്റേ സൗദി. ഹലോ, അസ്സലാം വലൈക്കും. അപ്പോ ഞങ്ങൾ ഇന്ന് നമ്മളെ ബ്രദറിന്റെ വീട്ടിലാണ്. അപ്പൊ ഇതാ കുട്ടിപ്പടകളൊക്കെ കാണാം. ഞങ്ങൾ ഇന്നത്തെ പ്ലാൻ എന്താന്ന് വെച്ചാല്, ഇന്ന് നമുക്ക് ഇവിടെ നമ്മുടെ ദമാമില് ആസിഫ് അലി, അങ്ങനെ കുറച്ച് സെലിബ്രിറ്റീസ്, സിത്താറിന്റെ പാട്ട്, അങ്ങനെയൊക്കെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. പ്രോഗ്രാം നടക്കുന്നത് നമ്മുടെ ദമാമിലുള്ള ലൈഫ് പാർക്കില് ആംഫി തിയേറ്ററിലാണ് നടക്കുന്നത്, അല്ലെ? നിങ്ങൾ എക്സൈറ്റഡ് ആണോ പരിപാടി കാണാൻ? അപ്പൊ നമ്മുടെ ലഞ്ചിന്റെ പ്രിപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ചിക്കനൊക്കെ ഇങ്ങനെ കായം വരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാലഡിനുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്താന്ന് വെച്ചാല് നല്ല ചിക്കൻ ബിരിയാണിയാണ്, പിന്നെ ചിക്കൻ ഫ്രൈയും ആണ്. അപ്പൊ നമ്മൾ തലേന്ന് ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു ഫുഡ്. അപ്പൊ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്, റൈസ് ആയിട്ടുണ്ട്, മസാല ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കഴിച്ചിട്ട് കാണാം. അപ്പൊ ഗൾഫ് മാധ്യമം അവതരിപ്പിക്കുന്ന ഹാർമോണിയസ് കേരള എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് നമ്മുടെ ദമാമിലെ ലൈഫ് പാർക്കില് ആംഫി തിയേറ്ററിൽ ഇന്ന് നടക്കുന്നത്. അപ്പൊ നമ്മുടെ ആക്ടേഴ്സായ ആസിഫ് അലി ഉണ്ട്, നിഖില വരുന്നുണ്ട്, നമ്മുടെ സിത്താറിന്റെ പാട്ടുണ്ട്. അങ്ങനെ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മൾ അതിന് പോവാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ ഫുൾ സെറ്റപ്പിലാണ്, ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട്. റെഡി? അപ്പോ ഇവിടെ മിഞ്ഞാന്ന് മഴ പെയ്തതുകൊണ്ട് ഇന്നലെ മുതൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ. അപ്പൊ ഇതാണെങ്കിൽ ഓപ്പൺ എയറിലാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഫുൾ സെറ്റപ്പില് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട്, അല്ലേ? അല്ലേ? അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. ബാക്കി വിശേഷങ്ങള് അവിടെ എത്തിയിട്ടില്ലേ അറിയിക്കില്ലേ? ഓക്കെ, ബൈ പറഞ്ഞോളൂ. ഓ ഓക്കെ. മിമി, ഞങ്ങൾക്ക് ലൈക്കും ഷെയറും കമന്റ് ഒക്കെ ചെയ്യണം പറ കുഞ്ചു. പറ സബ്സ്ക്രൈബ് ചെയ്യണം പറഞ്ഞു. ഓക്കെ മിമി ബൈ പറഞ്ഞോ. അപ്പൊ ബാക്കി നമ്മള് പ്രോഗ്രാമിൽ എത്തിയിട്ട് ബാക്കി വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, എവിടൊക്കെ ലിങ്ക് ഉണ്ട് അവിടെ കയറി അടിച്ചോ, അല്ലെ? ഓക്കെ, ബൈ. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തി. അപ്പൊ നമ്മൾ എടുത്ത ടിക്കറ്റ് പ്ലാറ്റിനം 350 റിയാലിന്റെ ഒരു ഫാമിലിക്ക് വരുന്ന ടിക്കറ്റാണ് നമ്മൾ എടുത്തത്. അപ്പൊ നമ്മൾ കുറച്ച് ലേറ്റ് ആയി, ഓൾറെഡി പ്രോഗ്രാം സ്റ്റാർട്ട് ആയിരുന്നു. ഇനി നമുക്ക് പ്രോഗ്രാം കണ്ടിട്ട് ബാക്കി വിശേഷം പറയാം. നമുക്കിപ്പോ ആദ്യത്തെ ആളെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. നമ്മൾ ആസിഫും കഴിഞ്ഞ് കാണിച്ചത് ആരെയാണെന്ന് കണ്ടോ? നിങ്ങളെയാണ്. കാരണം ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആൾക്കാർ നിങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടികളെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പൊ എൻജോയ് ചെയ്യാന്നുള്ളതും നിങ്ങളുടെ തന്നെ കർത്തവ്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളെല്ലാം കറക്റ്റ് ആയിട്ട് ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. Bye.
മയൂരനാദം സ്വരമായി അമ്പലനടയിൽ എന്ന സിനിമയാണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഗുരുവായൂർ അമ്പലനടയിൽ തീർച്ചയായും. ഞാനും സഞ്ജു സാംസണും കൂടി ഒരുമിച്ചാണ് വനിതാ തിയേറ്ററിൽ പോയി ആ സിനിമ കണ്ടത്. ആ സിനിമ കാണുമ്പോൾ നേരത്ത് ഞാൻ സഞ്ജുവിനോട് എപ്പോഴും പറയും, സിനിമ ദേഖന അച്ചി ബാത് ലേക്കിൻ സിനിമ ദേഖെ കെ ബാദ് പോപ്കോൺ ഖാന ഏതോ സഹി നഹി എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അവരടുത്ത്. പക്ഷേ നിഖിലെ കുറിച്ച് പറയുമ്പോൾ സഞ്ജു വാചാലനാകാറുണ്ട്. സഞ്ജു എന്താ പറഞ്ഞത്? ചേട്ടാ വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. തമാം. താങ്ക് യു നീല ചേച്ചി, താങ്ക് യു സോ മച്ച്. അത് അവൻ പറഞ്ഞത് വളരെ നന്നായി. എന്തൊക്കെ രസമാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ജയസൂര്യ. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ദമാമില് ആദ്യമായിട്ടാണ് വരുന്നത്. ഏട്ടാ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല വാച്ച്, നല്ല മോതിരം. ഈ നീലക്കോട്ടിൽ ഇവനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു കൈഡ് നമ്മുടെ ഇതിനെ കൊടുക്കാം. എന്തായാലും എനിക്ക് നിങ്ങളോട് ഒരു കാര്യമേ പറയാനുള്ളൂ. ഞാൻ ഈ പരിപാടി എന്തൊക്കെയാണ് നിഖിലെ, സുഖമാണോ? നിഖിലേനെ അല്ലേ, നിഖിലിനെയാണ് ഞാൻ വിളിച്ചത് കേട്ടോ. ഞാനൊരു ചളി കോമഡി പറഞ്ഞതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. മാത്രമല്ല നമ്മൾ ഏതൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴും ആദ്യം മുഖ്യമന്ത്രി, അത് കഴിഞ്ഞിട്ട് മതി മറ്റു താരങ്ങളൊക്കെ. അതല്ലേ വേണ്ടത്? അത് തന്നെയാണ് സാർ വേണ്ടത്. അതാണ് വേണ്ടത്. എന്തൊക്കെയുണ്ട് നിഖിലാഗമൻ? നിങ്ങളുടെ വാഴ ഞാൻ കണ്ടിരുന്നു, നല്ല വാഴയായിരുന്നു. മാത്രമല്ല എന്റെ ഭാര്യയ്ക്ക് ആ വാഴ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പൊ എപ്പോഴും പിന്നെ ഓരോ ഓഡീഷനിലേക്ക് കേറിണ്ടല്ല. എന്താ പറയാ, എന്നാ പറ്റിയ ഒന്നുമില്ല, ചുമ്മാ ബിൽഡപ്പിന് പറഞ്ഞ. അപ്പൊ ഇങ്ങനെ കേറിയതല്ല, കേറിപ്പോയി എങ്ങോട്ടാ പോയെന്ന് അറിയൂ? എവിടെ പോയി? നമ്മുടെ കിഷ്കിണ്ടാകാണ്ടത്തിലേക്ക്. ആ പടം കണ്ടല്ലോ, എന്റെ പൊന്നളിയാ, എന്റെ തലയിലുള്ള കിളി വരെ പറന്നുപോയി. എന്തൊരു പടത്തേട്ടൻ ഇഷ്ടപ്പെട്ടു ആ പടം, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അറിഞ്ഞില്ല അമ്പാണ് രംഗണ്ണൻ കാണിക്കുന്നു പറഞ്ഞ കാണിക്കുമെന്ന്. ഹായ്, ഇതാര്? അയ്യോ നിഖില. സത്യം പറഞ്ഞ നമ്മള് നമ്മുടെ അരവിന്ദന്റെ അതിഥികൾക്ക് ശേഷം പിന്നെ നമ്മൾ മീറ്റ് വരില്ലല്ലേ. അപ്പൊ തലയാട്ടെന്ന് കണ്ടോ? ഞങ്ങളായിട്ട് കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മനസ്സിലായോ? അടിപൊളിക്കാൻ പറ്റല്ലേ, അടിപൊളിക്കാൻ പറ്റല്ലേ, വിട്ടാൻ പറ്റല്ലേ, അടിപൊളിക്കാൻ പറ്റല്ലേ, വിട്ടാൻ പറ്റല്ലേ, അടിപൊളിക്കാൻ പറ്റല്ലേ, വിട്ടാൻ പറ്റല്ലേ, അടിപൊളിക്കാൻ വന്നല്ലേ, അടിക്കലക്കലത്തിലവത്തിക്കമാ, ശിലവത്തിക്കമാ, നിത്യമാ, ഇലവത്തിക്കമാ, സുധാമത്തിക്കമാ, വരമവത്തിക്കമാ, സുധാമത്തിക്കമാ, മന്മദക്കിലെ മക്കള മുട്ടലക്കട്ടല മൂടക്കഥ ചൂട് കണ്ട ചൂട് നീ ഹാർമോണിസ് കണ്ടോണ്ടിരിക്കുക. ഞാൻ അസിമിനെ വിട്ട് വരാം. നടക്കുമെന്നോ അഴകലേല വന്നതിന്റെ ആരവാണോ ഇപ്പൊ കേട്ടത്? ഒരു ഹോൺ അടിച്ചല്ലോ അവിടെ. എന്തായിരുന്നത്?
ആരും ഊസല കൊണ്ടുവന്നിട്ടുണ്ടോ? ആണോ? അടിപൊളി. ചേട്ടാ ഇത് കഴിഞ്ഞ് തരണേ, വീട്ടിൽ കൊണ്ടുപോകാനാണ് കേട്ടോ. ഓക്കെ, ശരി. അപ്പോ ദമാം, നിങ്ങളെ ഫസ്റ്റ് ടൈം ഇൻ സൗദിയിലും ആദ്യമായിട്ട് നിങ്ങൾ ഇത്രയും പടങ്ങൾ അഭിനയിച്ച് ഇത്രയും നല്ല പാട്ടുകൾ, ആ പോരാമയൊക്കെ പോലുള്ള ഗംഭീര പാട്ടുകളുണ്ട്. എന്നിട്ടും ആ പഴയ തമിഴ് പാട്ടിൽ അറിയപ്പെടാനാണ് യോഗം. കറക്റ്റ് ആണോ നോക്കണേ നിങ്ങള്. ആ എഡിറ്റ് എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇടുവോ, ഇതിനകത്ത് ഇടുവോ, വീഡിയോയിൽ ഇടുവോ? உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிப்ப. இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு உன் ரத்தத்தை குடிச்சு എല്ലാരും ചേർന്ന് ഗംഗയെന്ന് വിളിച്ചില്ലേ? സമാധാനമായില്ലേ? ഇപ്പൊ മനസ്സിലായ ശോഭന ചേച്ചി ചെയ്ത് എന്ത് പാടുവിട്ടാണ്. ഇങ്ങനെയാണല്ലോ അവര് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഫോർ ബീങ് എ സ്പോർട്ട്, നിഖില പ്ലീസ് रखियो भला झूलेलाल जिंदड़ी दा देवान दा सखी शोभा कलम दवा दम मस्त कलम. നമ്മൾ ഹാർമണിയിലോട്ടാണ് പോകുന്നതെങ്കിലും അതിനു മുമ്പ് നമ്മൾ നേരത്തെ നടന്നൊരു വേർതിരിവ് ഇനി അങ്ങോട്ട് കുറച്ചങ്ങോട്ട് വരേണ്ടി വരും. Only the male fans of Asif Ali make some noise. Now the female fans of Asif Ali make some noise. ഏതാ ആസിഫെ വലുത്? Damam! I love you more! Guys, ആദ്യം ഈ വർഷം നിങ്ങൾക്ക് ആസിഫിന്റെ പടങ്ങളെല്ലാം ഇഷ്ടമായെങ്കിൽ ഒരു വലിയ കൈഡി കൊടുത്തേ. ആസിഫ്, അമേസിംഗ് ചോയ്സ് ഓഫ് മൂവീസ്, അമേസിംഗ്. അതിനിടയിൽ അതിന്റെ ഒരു ഡയറക്ടർ അവിടെ വിളിച്ചിരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ജസ്റ്റ് ജോയ്സ് ഹിയർ ഇൻ ദ ഹൗസ്. ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് ജസ്റ്റ് ഒന്നൊരു കൈയടിയാ കിട്ടുന്നു എല്ലാ ജസ്റ്റിന് വേണ്ടിയിട്ട്. തലവൻ ഇഷ്ടമായ ആൾക്കാർ ജസ്റ്റിന് ഒരു സ്നേഹം കൊടുത്ത്. മാധ്യമത്തിന്റെ 25ാം വാർഷികം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം അല്ലേ? 100%. ഞാൻ ഏറ്റവും കൂടുതൽ നല്ല സിനിമകൾ ചെയ്ത വർഷമാണെന്ന് ഈ വർഷം. ഇത് എനിക്ക് നിങ്ങളുടെ കൂടെ ആഘോഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ് സൗദി അറേബ്യയിലേക്കുള്ള ഈ സ്റ്റേജിലേക്കുള്ള വരവ് ഇത്രയും നാളും ദൈവം പടച്ചവൻ മാറ്റിവെച്ചതെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഇവിടെ വരാൻ പറ്റിയതിലും ഈ തണുപ്പത്ത് ഞാൻ സത്യമായിട്ടും സൗദി അറേബ്യയിൽ ഇത്രയും തണുപ്പുണ്ടെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. ഇട്ടുകൊണ്ട് വന്ന പാന്റ് ഷർട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. ജാക്കറ്റ് എന്റെ ഉണ്ട്, തണുപ്പുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ എടുത്തിടാൻ പോകുന്നതാണ്. അതാണ് പറഞ്ഞേ, ഹാർമണിയൊക്കെ കാര്യമാണ്, പക്ഷെ ജാക്കറ്റ് ഇടുന്നത് നന്നായിരിക്കും. അല്ല, പക്ഷെ ഞാനിവിടെ വന്ന് സിദ്ധുവിന്റെ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാനും ചാർജ് ആയത്. മിഥുൻ പറഞ്ഞാൽ ആ പാട്ടിന് സിദ്ധുവിന് ഒരു വലിയ കയ്യടി കൊടുത്തിട്ട് നമുക്ക് തുടങ്ങാല്ലേ? ഡെഫിനറ്റ്ലി. യെസ്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാം ഇന്ന് ഹാർമോണിയസ് കേരളയുടെ ഓപ്പണിംഗ്. ഇവിടെ മത രാഷ്ട്രീയ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ഒരുപോലെ കണ്ട് മലയാളികളായി കണ്ട ആളുകളാണ് നമ്മൾ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് കൈയടിക്കുമ്പോൾ ആ കൈയടിക്കുണ്ടാവുന്ന ശബ്ദം ഒന്നാണ് എന്ന് വിശ്വസിച്ച് ആഘോഷിക്കുന്ന ആളുകളാണ് നമ്മൾ. അത് തന്നെ ആയിരിക്കണം ഇന്നും എന്നും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. Absolutely right. If you believe what Asif said, please. ഞാനിനി അടുത്തത് നമ്മളൊരു ആന്തം ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഓരോ സ്ഥലത്തും ഈ ആന്തം പാടുമ്പോൾ ഒന്ന് നിങ്ങൾ ഏറ്റു പാടണം ആഗ്രഹമുണ്ട്. ഒപ്പം ഞാൻ എല്ലാവർക്കും ഒന്ന് റിക്വസ്റ്റ് ചെയ്തോട്ടെ, can you all stand up? പെൺകുട്ടികളെ ഉള്ളൂ. ഇങ്ങോട്ട് വന്നേ. അപ്പുറത്ത് ആസിഫിന്റെ ടീമായിട്ട് ഈ 3 പേരും തരാം. മതിച്ചേട്ടാ ജഡ്ജ്. ജഡ്ജ് മാത്രമല്ല, ഇവരാരെങ്കിലും തെറ്റിച്ചു കഴിഞ്ഞാൽ പാട്ട് പാടാൻ അറിയായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്ന നിമിഷം. അപ്പോ പിടിക്കാം, കുഴപ്പമില്ലല്ലോ. ആയി തുടങ്ങട്ടാ. എന്താ ആയി തുടങ്ങാം? ആര് തുടങ്ങും? ആർക്ക്? ആസിപ്പുറത്ത് നിന്ന് മജറ അങ്ങോട്ട് വന്നേ. തുടങ്ങിയോ? സെറ്റ് ചെയ്തോ? തുടങ്ങിക്കോ. 1000 കണ്ണുമായി
കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈകിളി മലർത്തേങ്കിളി പൈകിളി മലർത്തേങ്കിളി നാരായണക്കിളി കൂടുമ്പോഴുള്ളൊരു പുരയുണ്ട് നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാളികേരങ്ങഴി മണ്ണുണ്ട് ഒരു നാളികേരങ്ങഴി മണ്ണുണ്ട് തിര 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 ചെറുതിരമുള്ളും തിര 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 മറുതിരമുള്ളും ചെറുകരയോളം മറുകരയോളം തിര 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 ചെറുതിരമുള്ളും തിര 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 മറുതിരമുള്ളും ചെറുകരയോളം മറുകരയോളം ഒരു തിര തിര ഇരുതിര പുഴയുമ്പോ പാട്ടൊന്നു മാടരികാട്ടറുത്തി അന്നിക്കൂടെ കമഴ്ത്തിഞ്ഞ ഇളകളും കുടിക്കുമ്പോ മറകഥ പറയടി പുള്ളിക്കുയിലേ നാദാപുരം പള്ളിയിലെ ചന്ദന കുടകിന് നാലുമുടം വീരാളി പത്ത് വേണം തുളുനാടൻ തളവേണം തുളശ്ശേരി വരവേണം മാല വേണം അക്രമ വേണം മൈലാഞ്ചി വേണം കയ്യിൽ മൈലാഞ്ചി വേണം നാദാപുരം പള്ളിയിലെ ചന്ദന കുടകിന് നാലുമുടം വീരാളി പത്ത് വേണം തുളുനാടൻ തളവേണം തുളശ്ശേരി വരവേണം മാല വേണം അക്രമ വേണം മൈലാഞ്ചി വേണം കയ്യിൽ മൈലാഞ്ചി കസ്തൂരി കൈലവിട്ട് മുറിമീതും മുത്തോട് മുത്തു വച്ച വളകിലും കയ്യിൽ മുത്തോട് മുത്തു വച്ച വളകിലും വന്നാരെ കുളക്കരെ കുളിച്ചൊരുങ്ങി മംഗല്യ തട്ടമിട്ട് തൂതും തൊട്ടുണ്ട് മാറിൽ മഞ്ചാടി മറുമുള്ള വീണുണ്ട് കസ്തൂരി കൈലവിട്ട് മുറിമീതും മുത്തോട് മുത്തു വച്ച വളകിലും കയ്യിൽ മുത്തോട് മുത്തു വച്ച വളകിലും കയ്യിൽ മുത്തോട് മുത്തു വച്ച വളകിലും കയ്യിൽ മുത്തോട് മുത്തു വച്ച വളകിലും സംഗീതമോടി തിരുസംഗ്രഹത്തെ കണ്ടെത്തി സുന്ദരമോടിഞ്ഞ സത്യമുത്തൊരു കണ്ടെത്തി കവിരോണോടി പടക്കരോടും കണ്ടെത്തി എന്തിനു കൂടി വരക്കൊണ്ടു കണ്ടെത്തേ കൂടി വന്നിരുന്നേ മുടങ്ങിട്ട് ആണത്തേടുമാട പടി വരിസുത്ത കമണി വളരുത്ത നികാലും സ്വരം പക്കത്തിൽ വളർത്തി മുഖത്തങ്ങൾ പറയത്തേ പൂനാരി പൂനാരി ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറകിൽ ബാനറുകൾ ഇല്ലാതെ ചാൻസ് ചോദിച്ച് വരുന്നവരും ഉള്ളതാണ് സിനിമ എന്നുള്ളതിന്റെ തെളിവാണ് ഇതായി നിൽക്കുന്നത്. അതിന് കൊടുക്കണം ഒരു വലിയ കൈയടി. എന്തോ ഒരുപാട് 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 നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് അഭിമാനമുണ്ട്. 15 വർഷം മലയാള സിനിമയിലെത്ത് കിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നം തന്നെയാണ്. പക്ഷെ ഇനി അങ്ങോട്ടുള്ള ഒരുപാട് ഒരുപാട് വർഷങ്ങൾ ഇതിനും വലുതും മികച്ചതും ആക്കും എന്നൊരു വാക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഈ സമയത്ത് ശ്രുതിയറിയുകയില്ല രാഗം താളം പോലും മുകിലോ പുതുമഴമണിയോ തൂവിലോ ഇരുളനിടലോ അറിയില്ലെന്നു നീ എന്ന ചാരുത അറിയാമെന്നിതാണെന്റെ ചേതന നിറയും
മഞ്ഞുമാർഗഴി മാസമായി നെല്ലിമലരിലെ തേക്കണം കത്തിപ്പോവണ കള്ളക്കാറ്റിന് നാണം നനാനേ തൂവും നിലപ്പൂവീ പൂങ്കാറ്റുപോളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ കിളിപാടുന്ന പാട്ടിന്റെ കാതിൽ കളിയോടുന്നു വാക്കുപോലെ ആദിലോലം ആരോരാഗം തീർമാറിയ ഹേമന്തമെൻ കൈക്കുമ്പിളിൽ തൂവും നിലാപ്പൂനീ ചേരും കൊണ്ട് മോഹിപ്പിക്കും പെണ്ണാണേ മണിമാനത്താരം പെണ്ണിൻ വെയിൽ മിന്നാണേ താരം പല്ലിനെ കണ്ടാൽ അമ്പുകിലും വച്ചേനെ കവിയോനെ കണ്ണഞ്ചിക്കാൻ പോരും വച്ചാണേ നെഞ്ചോരം തോന്നുന്നേ ശൃംഗാരം ശീലുന്നേ രണ്ടാളും കൂടുമ്പോൾ കൊണ്ടാടുന്നേ കൊണ്ടാട്ട ചേലാക്കാൻ നല്ലാട്ടക്കാരുന്നേ പന്തം കെട്ടി തപ്പും കുട്ടിച്ചെന്റെ കുട്ടി കാത്തിരിക്കാൻ കേടും പന്തേ ചില്ലും ചില്ലാറ ചില്ലും 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 Thank you, everyone. Thank you, Vajra, for the body of work that this man has done for the past. പട്ടാപകൽ നഗരത്തിന്റെ നടുവിൽ വെച്ച് ഒരാളെ ക്ലോറോഫോം പണം വെച്ച് ബോധം കെടുത്ത് പണം കൈക്കലാക്കിയ ശേഷം വിജനമായ റോഡിൽ പിടിച്ച് കടന്നു കളിക്കും. എന്താ സാർ ഈ പറഞ്ഞതുപോലെ ഈ യോഗിനെ ഞാൻ എന്റെ ഹീറോ ആയിട്ട് എടുത്തിരിക്കും. ന്യൂസിലും ഇതിലൊക്കെ വെച്ചടക്കി വാതിരിക്കുന്ന അടിമാനമാണ്. ഹീറോയുടെ പുറകിൽ നിഴലായിട്ട് നിൽക്കാൻ താല്പര്യമില്ലാതെ ഓരോ കൊലപാതകം കഴിഞ്ഞാൽ എന്നിട്ട് പോലീസിനെയും പത്രക്കാരെയും വിശ്വസിക്കും. റിപ്പർ ബേബിയുടെ അവസാനത്തെ കൊലയും കഴിഞ്ഞത് നാൽക്കിഴക്ക് പ്രസംഗിക്കുള്ള അപ്പൊ ഗായ്സ് നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. പ്രോഗ്രാം നല്ല സൂപ്പർ പ്രോഗ്രാം ആയിരുന്നു. നല്ല രസമുള്ള പാട്ടുകളൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ. പക്ഷേ 350 റിയാലിന് പ്ലാറ്റിനം സീറ്റിംഗ് വേർത്താണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര വേർത്തായി തോന്നിയിട്ടില്ല. അപ്പൊ എന്തായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.